ആരോഗ്യപരമായിട്ട് എനിക്ക് വിഷമമുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലും ഞാനിവിടെ എത്തിപ്പെട്ടതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അല്ലാഹു തആല നമുക്കുള്ള എല്ലാ നിരക്കുള്ള വിഷമങ്ങളും രോഗങ്ങളും അല്ലാഹു തആല ശിഫിയാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1926 രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ പ്രവർത്തനം അന്ന് മുതൽ ഇന്ന് വരെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് പലരും താങ്ങും തളരുമായിട്ടുണ്ട്. അതിന് സംഘടനകൾ ആദ്യമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു. അതിനു ശേഷമായിട്ട് പല ഉപശാഖകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും സമസ്തക്ക് ക്ഷീണം വന്നിട്ടില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം സമസ്തക്ക് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരിച്ച മുതൽക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാരും അതേ പ്രകാരം നേതാക്കളുമാണ് അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത്. നിങ്ങളിവിടെ കഴിഞ്ഞു പോയ നേതാക്കളെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ചും ചിന്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവരും സമസ്തയുടെ പിന്നിലുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളല്ലോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഇദ്ദേഹം സമസ്തയുടെ പ്രവർത്തകനായിക്കൊണ്ടാണ് ജീവിച്ചത്. ആ നിലക്കാണ് അദ്ദേഹം മക്കയിൽ പോയിക്കൊണ്ട് വഫാത്തായത്. ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ സമസ്തയുടെ പ്രവർത്തകനായിരുന്നു, SYSൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ നിലക്കെല്ലാം പ്രവർത്തിച്ച മഹാനാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു, അതേപ്രകാരം കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കൾ ആരെല്ലാമുണ്ടോ, ഉലമാക്കളാവട്ടെ, സാദാത്തുക്കളാവട്ടെ, അതേപ്രകാരം ധനാഢ്യരാവട്ടെ, സാമ്പത്തികമായി കഴിവുള്ളവരാവട്ടെ, ജനസ്വാധീനമുള്ള ആളുകളാവട്ടെ, മുസ്ലിങ്ങളാണോ, അവരെല്ലാം സുന്നത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ ഒന്നല്ലെങ്കിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അംഗമായിക്കൊണ്ടോ അതിൻ്റെ ഉയർന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടോ ജീവിച്ചവരായിരുന്നു. ആ നിലക്ക് ജീവിച്ച് മരിച്ചവരായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതേപ്രകാരം സുന്നി യുവജന സംഘം, അതേപ്രകാരം സുന്നി മഹല്ല് ഫെഡറേഷൻ, SKSF തുടങ്ങിയതായിരിക്കുന്ന ഈ പ്രവർത്തകന്മാർ മുഴുവനും ഈ സംഘടനകളും പ്രവർത്തകന്മാരും ബഹുമാനപ്പെട്ട സമസ്തക്ക് കരുത്തേകിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ഏത് സ്ഥലത്ത് ചെന്ന് നോക്കിയാലും അവിടെ ഒരു മദ്രസ ഉണ്ടായിരിക്കും, ഒരു പള്ളി ഉണ്ടായിരിക്കും, അവിടെ സംഘടനകളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സമസ്തക്ക് മുതൽക്കൂട്ടാണ് എന്നുള്ള വിഷയത്തിൽ സംശയമില്ല. ഇതിൻ്റെ എല്ലാം കാരണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മഹത്തായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഈ സംഘടന രൂപീകരിച്ച മഹത്തായ ലക്ഷ്യമായിരുന്നു, മറ്റൊന്നുമില്ല. മഹാനായ പ്രവാചകൻ മദീന പാഷൻ എന്ന രൂപത്തിൽ എന്ന മുദ്രാവാക്യത്തോടുകൂടി ഈ സമ്മേളനം നടത്തപ്പെടുമ്പോൾ മദീനയിൽ മഹാനായ പ്രവാചകൻ പ്രചരിപ്പിച്ചതായിരിക്കുന്ന ആ ദീന്, സത്യദീന് ഇവിടെ വന്ന് ചിലർ വികരമാക്കാൻ ശ്രമിച്ചപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും അന്നുണ്ടായിരുന്ന സാദാത്തുക്കളും നേതാക്കളും പണ്ഡിതന്മാരും ഒരുമിച്ചിരുന്നു കൊണ്ട് രൂപീകരിച്ചതായിരിക്കുന്ന ആത്മാർത്ഥമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നാട്ടിൽ അറിയപ്പെടുന്ന ആരെല്ലാമുണ്ടോ, നേതാക്കളുണ്ടോ, പണ്ഡിതന്മാരുണ്ടോ, സാദാത്തുക്കളുണ്ടോ, ഉമറാക്കളുണ്ടോ, അവരെല്ലാം സമസ്തയുടെ പിന്നിലായിട്ട് ഇങ്ങനെ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നാം എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ചിലർക്ക് ഇന്ന് അപമാനമാണ് ഞാൻ സുന്നി യുവജന സംഘത്തിൻ്റെ ആളാണ് എന്ന് പറയുന്നതിൽ, ചില ആളുകൾക്ക് ഞാൻ SKSFൻ്റെ ആളാണ് എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന നേതാക്കളായി അറിയപ്പെടുന്ന ആരെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരെല്ലാവരും സമസ്തയുടെ പിന്നിലായിരുന്നു. പരിശുദ്ധ ഖുർആനും അതേപ്രകാരം തിരുസുന്നത്തും സമസ്ത വിഭാവനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അനുയായികളായിക്കൊണ്ട് ഞങ്ങൾക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും, ഇവരെ പിന്നിലെ മറ്റുള്ളതാക്കുന്ന എല്ലാവരും അണിനിരന്നുകൊണ്ട് സമസ്തക്ക് പിന്തുണയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ഇവിടെ കഴിഞ്ഞു പോയതായിരിക്കുന്ന മഹാന്മാർ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സംബന്ധിച്ചെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ മഗ്‌രിബോട് കൂടി മിക്കവാറും ഈ പരിപാടി അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒക്കെ എല്ലാവർക്കും അറിയാമുള്ള നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകൾ
മഹാനവറുകളെ സംബന്ധിച്ച് സമസ്തൻ്റെ പ്രസിഡൻ്റായിട്ട് ദീർഘകാലം സമസ്തൻ്റെ പ്രസിഡൻ്റാണ്. ഇവിടെ ഇപ്പം നമ്മൾ സമസ്തയുടെ 90-ാം വാർഷികം ആഘോഷിച്ച സമയത്ത് നമുക്കുള്ള മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു? സമസ്തയുടെ 90 വർഷത്തെ വിശുദ്ധിയായിരുന്നു. സമസ്തയുടെ വിശുദ്ധിയായിരുന്നു 90 വർഷത്തെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ കളങ്കമില്ല എന്നുള്ള നിലക്കുള്ള വിശുദ്ധി അറിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ യോഗത്തിൽ അടുത്ത് നാം ആഘോഷിച്ചായിരിക്കുന്ന ആ വാർഷിക സമ്മേളനം. സഹോദരന്മാരെ മരിച്ചു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളെ പറയുകയാണെങ്കിൽ ഞാനൊരിക്കൽ ഓർക്കുകയാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ക്ലാസ്സാണ് രാവിലെ 8 മണിക്ക്. ഞങ്ങൾ 250 വിദ്യാർത്ഥികൾ മുത്തവൽ ക്ലാസ്സിൽ ഒന്നായിട്ട് വന്നിരിക്കുന്നുണ്ട്. 8 മണിക്ക് വെല്ലടിച്ചു. അതേ ഞങ്ങൾ കേരളോട് കൂടി തന്നെ കണ്ണിയത്ത് ഉസ്താദും സാധാരണ വരാറുണ്ട്, വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം ബെല്ലടിച്ചിട്ടും ക്ലാസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറി വന്നു. തുഹഫ എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തുഹഫ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം അദ്ദേഹം കയ്യിൽ പിടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറി വന്നു. ക്ലാസ്സിലേക്ക് കയറി വന്നുകൊണ്ട് അദ്ദേഹം കസേരയിൽ ഇരുന്നു. വീണ്ടും അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് കരയുകയാണ്. അദ്ദേഹം കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട് കിതാബും പിടിച്ചിട്ട്. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണിങ്ങനെ ഉയർന്ന, നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നതാണില്ലേ, നിങ്ങൾ ക്ലാസ്സിന് വന്നതാണില്ലേ, ഞാൻ അള്ളാഹിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിങ്ങളെ ക്ലാസ് നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ക്ലാസ് നഷ്ടപ്പെടുത്തിയത് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞത്, ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് ഞാനൊരായത്തിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്താണ് ആയത്ത്? അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുവിൻ്റെ തൂക്കം ആരെങ്കിലും നല്ലത് ചെയ്താൽ പരലോകത്തത് കണ്ടെത്തിക്കും. അണുവിൻ്റെ തൂക്കമെങ്കിലും ആരെങ്കിലും ദോഷം ചെയ്താൽ തീർച്ചയായിട്ടും പരലോകത്ത് കണ്ടെത്തിക്കും. ഞാനൊക്കെ ഒരു ദിവസം എത്ര തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ കരഞ്ഞു പോയതാണ്. ആ കരച്ചിൽ എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമാധാനിപ്പിച്ചത്. സഹോദരന്മാരെ മനസ്സിലാക്കണം, ആരാണ് ഈ കരയുന്നത്? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ് എന്ന് ജനങ്ങൾ മുഴുവനും പറയുന്നതായിരിക്കുന്ന എല്ലാവരും സാധാരണ അത് പറഞ്ഞുകൊണ്ട് പുകഴ്ത്താറുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. സമസ്തൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദാണ് ഈ പറയുന്നത്. ഞാൻ എത്ര തെറ്റുകളാണ് അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്നത്, ഇത് ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് 250 വിദ്യാർത്ഥികളെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾക്കുള്ള ക്ലാസ് ഞാൻ അരമണിക്കൂറോളം മുടങ്ങിയല്ലോ, അള്ളാഹിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശുദ്ധന്മാരായിരിക്കുന്ന ആളുകളാണ് സമസ്തയെ നയിച്ചു പോന്നിട്ടുള്ളത്. ഒരിക്കൽ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി ആരോ കൊണ്ടുപോവുകയാണ്, പട്ടിക്കാട് കോളേജിൽ നിന്ന്. അങ്ങനെ കോഴിക്കോട് ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് പുറത്തിറക്കിയൊക്കെ ഇറങ്ങിയപ്പോൾ ഹോട്ടലുകാരൻ പറഞ്ഞു, ഒരു 5 പൈസ ചില്ലറ തരാൻ എൻ്റെ കല്ലാന്ന്. ഹോട്ടലുകാരൻ ആരോട്? ഒപ്പുള്ള ആളോട്. അപ്പം കണ്ണിയത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കണ്ണിയത്ത് അവിടെ ചോദിച്ചു, എന്താണ് ആ ഹോട്ടലുകാരൻ പറഞ്ഞത് എന്ന്. ഹോട്ടലുകാരൻ പറഞ്ഞത്, അയാൾക്ക് 5 പൈസ ബാക്കി നമുക്ക് തരാനില്ല എന്നാണ് പറഞ്ഞത് എന്ന്. മൂപ്പര് ഉടനെ ഉള്ളിലേക്കാണ് കയറി. നിൻ്റെയൊക്കെ 5 പൈസ തരാനില്ലെങ്കിൽ ഞാൻ ആ പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ നാളെ മഹ്ശറയിൽ വെച്ച് നിന്നെ അല്ലാഹു തആല വിചാരണ ചെയ്യുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അന്നെ ഞാൻ കുറ്റക്കാരനാക്കുന്നില്ല. തന്നെയുമല്ല, നീ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ 5 പൈസ മുഖേന എന്തെല്ലാം സമ്പാദിക്കുന്നുണ്ടോ നിൻ്റെ സമ്പാദ്യത്തിൽ ഇതിൻ്റെ ഒരു വിഹിതമുണ്ടായിരിക്കും. നാളെ മഹ്ശറയിൽ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എനിക്ക് വിട്ടു തന്നിരിക്കുന്നു 5 പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇറങ്ങിപ്പോന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പറ്റി പറയാനുണ്ട്. സമസ്തയുടെ നേതൃത്വം വഹിച്ച ആരെല്ലാം ഉണ്ടോ അവരെ പറ്റിയെല്ലാം പറയാനുണ്ട്.
അതുകൊണ്ട് ഞാൻ നെട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയതായ സമയം ദീർഘമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയിൽ നാം എല്ലാവരും ഉൾപ്പെടണം. ഇതാ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി സമസ്തയുടെ പ്രവർത്തകനായിട്ടോ SKSFൻ്റെ പ്രവർത്തകനായിട്ടോ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ SMFൻ്റെ പ്രവർത്തകനായിട്ടോ SKSFൻ്റെ SYSൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളായിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. നമ്മുടെ മദ്രസ, നമ്മുടെ പള്ളി, ഇതെല്ലാം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപനങ്ങളാണ്. ഇതെല്ലാം സമസ്തൻ്റെ കീഴിലാണ് നടന്നു വരുന്നത്. അപ്പോൾ എപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ഈ പ്രാർത്ഥനയിൽ എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഭാഗമാക്കാകും. അതിൽ ഉൾപ്പെടാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം. ഈ പരിപാടിക്ക് എല്ലാ നിലക്കുള്ള സന്തോഷവും ഞാൻ ആശംസിക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രണ്ട് വീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറാനുള്ള എല്ലാ തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവന്യരായ ഉസ്താദ് KT ഹംസ മുസ്ലിയാർ അവർക്ക് നീലഗിരി ജില്ല SKSSFൻ്റെ സ്നേഹോപഹാരം. നീലഗിരി ജില്ലയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസം ബഹുമാന്യരായ KP മുഹമ്മദ് ഹാജി നൽകുകയാണ്. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKSSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ മഹത്തായ സംഗമത്തിൽ മദീന പേഷൻ്റെ മർമ്മം എന്ത് എന്ന് ഈ സമൂഹത്തോട് ഈ സദസ്സിന് മുന്നിൽ സവിസ്തരം പ്രതിപാദിക്കാനിരിക്കുന്ന SKSSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ സാഹിബ് വന്തല്ലൂർ അവർക്ക് നീലഗിരി ജില്ലാ SKSSFൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഉപഹാരം സമർപ്പിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലീഡേഴ്സ് കാരവൻ എന്ന പേരിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ള നമ്മുടെ സംഘടനാപരമായ അദാലത്തും യൂണിറ്റുകളുടെ അംഗീകാരം പുതുക്കൽ തുടങ്ങിയ സംഘടനാപരമായ നമ്മുടെ പ്രവർത്തകരുടെ ശാക്തീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ജില്ലയിലെ സംഘടനാ സംവിധാനത്തിന് കൂടുതൽ ഊർജം പകർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് SKSSFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KNS മൗലവി കോഴിക്കോട് അവർക്ക് SKSSFൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ ഇബാദിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള സയ്യിദ് അലവി റഹ്മാനി അവർ ഉപഹാരം സമർപ്പിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ മഹത്തായ സംഗമം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും യൂട്യൂബിലൂടെ ലൈവായിക്കൊണ്ടും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ഏറെ സഹകരിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിവിധ നാടുകളിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും
വളരെ സ്നേഹപുരസ്സരം ഈ മഹത്തായ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ മഹത്തായ സംഗമത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ചിലവിലേക്ക് ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത ജില്ലാ SKSSFനുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോൾ അവരെ ഏൽപ്പിക്കണമെന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സംഗമത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യരായ ഹൈതമി ഉസ്താദ് സംസാരിക്കുന്നു. ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ഷുഐബ് നിസാമി പെരിയശോല അവറുകളെ, പെരിയശോല ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറും മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ വയനാട് ജില്ലാ സമസ്ത അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട KT ഹംസ മുസ്ലിയാർ അവറുകളെ, SKSSFൻ്റെ സെക്രട്ടറിയും ഈ മഹത്തായ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്നതുമായ ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ അവറുകൾ, ബഹുമാനപ്പെട്ട KNS മൗലവി, നീലഗിരി ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട ഏലംകുളം ബാപ്പു ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഏലംകുളം ബാപ്പു ഉസ്താദ് അവറുകളെ, സമസ്ത നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട വാക്കവി ഉസ്താദ്, സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ ഹംസ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ ഓർമ്മിപ്പിക്കുന്ന മദീന പാഷൻ എന്ന പേരിൽ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന SKSSFൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നീലഗിരി ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിൻ്റെ സമാപന വേദിയിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഉസ്താദ് അവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്കും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ നേതാക്കളുടെ, ഉലമാക്കളുടെ സൂക്ഷ്മതയിലേക്കും സൂചന നൽകിക്കൊണ്ട് കുറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നമുക്കൊക്കെ പഠിക്കുവാനും പകർത്തുവാനും സമൂഹത്തിന് സേവനം ചെയ്യുവാൻ ഉതകുന്നതുമായ രീതിയിലുള്ള സംസാരമാണ് ബഹുമാനപ്പെട്ട KT ഹംസ മുസ്ലിയാർ നമ്മുടെ മുമ്പിൽ നടത്തിയത്. ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. വലിയ പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരുപാട് വർഷത്തെ മുഷാവറ മെമ്പർ കൂടിയാണ്. ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ കേന്ദ്ര മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തിയതും അല്പനേരം സംസാരിച്ചതും ഈ നാടിൻ്റെ യശസ്സിനും ബറക്കത്തിനും കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീർഘമായ ഒരു ആശംസാ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. SKSSFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. വിജ്ഞാനം, വിനയം, സേവനം എന്ന അതിമഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നാടിൻ്റെ നാനാഭാഗത്തിൽ സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, സഹായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സംഘടന ഇവിടെയുണ്ടെങ്കിൽ അത് SKSSF മാത്രമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ഞങ്ങൾ വയനാട് ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് മഹാനായ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷനായിരുന്ന ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. വയനാട് ജില്ലാ SKSSFന്റെ സംഭാവനയാണ് ഷംസുൽ ഉലമ അക്കാദമി. ആ അക്കാദമിയുടെ പ്രിൻസിപ്പൽ കൂടിയാണ് ബഹുമാനപ്പെട്ട KT ഹംസ മുസ്ലിയാർ. ഞാനും ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്ത് വരുന്നത്. അങ്ങനെ സ്ഥാപനങ്ങൾ നടത്തിയും മറ്റു പല രീതിയിലും സമൂഹത്തിന് വിദ്യ നുകർന്നു കൊടുക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SKSSF. അതുപോലെ സഹചാരിയിലൂടെയും മറ്റും നീറുന്ന നൂറ് പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന രോഗികൾക്കും മറ്റു പലർക്കും സഹകരണങ്ങൾ നൽകാൻ ഈ സംഘടന ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞുപോയ ചരിത്രങ്ങളും സംഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവിടെ വരുന്ന പ്രഭാഷകന്മാർ സവിസ്തരം പ്രതിപാദിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിന് അനുഗ്രഹമായി ബഹുമാനപ്പെട്ട ഏലംകുളം ബാപ്പു മുസ്ലിയാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മഹാനവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സമ്മേളനത്തിന് സഹായിച്ച എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമയം വളരെ പരിമിതമാണ്. നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. നമ്മുടെ SKSSF നീലഗിരി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ത്വലബ വിങ് പുറത്തിറക്കിയ ഒരു ലഘുപുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പു ഉസ്താദ് സത്താർ സാഹിബ് അവർക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കഴിയുന്ന ആളുകളൊക്കെ ഓരോ കോപ്പി വാങ്ങണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ വേദിയിൽ വളരെ അനുഗ്രഹം നിറഞ്ഞ ഈ സദസ്സിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവർ വേദിയെ അഭിസംബോധന ചെയ്യുന്നു. ചുരുങ്ങിയ വാക്കുകൾക്ക് വേണ്ടി ഈ സദസ്സ് കാതോർക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ولا حول ولا قوة إلا بالله العلي العظيم. أفوض أمري إلى الله إن الله بصير بالعباد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, മശായിഖ്, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദീനിൻ്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഈ സംഗമത്തിലേക്ക് സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച
മനസ്സ് അനുകൂലിച്ച നല്ലവരായ എല്ലാ മോമിനുകളുടെയും ലോക മോമിനീങ്ങളുടെയും വിശിഷ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ ആളുകളുടെയും എല്ലാവിധ ദോഷങ്ങളെയും ഗഫൂറും ഗഫാറുമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. സർവ്വരോഗങ്ങളെയും ഷാഫിയും കാഫിയുമായ റബ്ബ് ശിഫയാക്കട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് ഇരുവീട്ടിലും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗ വേദിയല്ല, ഞാൻ പ്രാസംഗികനും അല്ല. SKSSF എന്ന് പറയുമ്പോൾ നമുക്കതിൽ അതിയായ സന്തോഷമുണ്ട്, ആവേശമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് ഒരു പ്രത്യേക ആവേശം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ബഹുമാനപ്പെട്ട SKSSF. ഏത് മുക്കിലും മൂലയിലും ചെന്നുകൊണ്ട് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുന്ന ധീരതയുള്ള അർപ്പണബോധമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ SKSF. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏത് സമയത്തും എക്കാലത്തും എവിടെയും ഒരു പ്രകാശം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് ആഫിയത്തും സിഹത്തും സലാമത്തും നൽകട്ടെ. അവരുടെ ഇടയിൽ അല്ലാഹു തആല ഐക്യം നൽകട്ടെ. ബഹുമാനികളെ, ഞാൻ കൂടുതൽ പറയുകയല്ല. ഇവിടെ മദീന പാഷൻ എന്നാണ് SKSSFിൻ്റെ വിഷയം. ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഫറളുകൾ മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞാൽ പോരാ. കാരണം ഞാൻ നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ് എന്നുള്ള നിങ്ങളെയല്ല, ഞാൻ എന്നെയാണ് പറയുന്നത്. ഒരു അഹംഭാവം മനസ്സിലുണ്ടെങ്കിൽ ആ മനുഷ്യരെ നാം ഉണർത്തുന്നത് അതിൽ അഹങ്കരിക്കാനില്ല, വലിയൊരു അഭിമാനം പറയാനും ഇല്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെ നടക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ നടക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ വസ്ത്രം ധരിക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ വായു ശ്വസിക്കുന്നെങ്കിൽ, ഏതോ ഒരു മനുഷ്യനിക്കും ഏതോ ഒരു ബുദ്ധിജീവിക്കും ഏതൊരു ഇരിക്കാലിക്കും നിർബന്ധമാണ് 5 നേരം നിസ്കരിക്കൽ. അത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അതിൽ ഇത്ര വലിയ ഞെളിയാനൊന്നുമില്ല. പിന്നെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിലോ, നിങ്ങളൊരു വേള ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഈ നിസ്കാരം ഫറളുകൾ മാത്രം നിർവഹിച്ചു പോയി ആഖിറത്തിലെത്തുമ്പോൾ അതെല്ലാം ഞാൻ തന്നതിനല്ലേ എന്ന് അള്ളാഹ് ചോദിച്ചാൽ, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 പുറവും നമ്മൾ തുടക്കും അല്ലേ? പിന്നെ എന്താണ് അവിടെ രക്ഷപ്പെടാനുള്ളൊരു മാർഗമുള്ളത്? ഞാൻ നിസ്കരിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ പോരാൻ. രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ത്? അല്ലാഹുവിൻ്റെ ഖലീഫ, ഈ ഭൂലോകം മുഴുവനും സൃഷ്ടിക്കുവാൻ കാരണഭൂതര്, സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിൻ്റെ പിതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അതേ പാതയിലൂടെ അവിടെ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അനുകരിച്ചു പോന്ന അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ആ സുന്നത്തുകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സാധാരണ തുപ്പുന്നത് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ആവാം. ഈ സ്പ്രിങ്ങിന് അതിൽ വ്യത്യാസമില്ല. ഇങ്ങനെയും ഇങ്ങനെയും തിരിക്കാം, അതിന് പ്രശ്നമല്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിക്കുന്നത് ഇങ്ങനെ തിരിച്ചാൽ അവൻ ചെയ്തത് സുന്നത്തിന് വിരുദ്ധമാണ്. ഇങ്ങോട്ട് തിരിക്കുന്നത് ഇങ്ങേ ഭാഗത്തേക്ക് തിരിച്ചാൽ അവൻ ചെയ്തത് സുന്നത്താണ്. നിഷ്പ്രയാസം അവനിക്കൊരു കൂലി സമ്പാദിക്കാം. ഒരു പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വലത് കാലും വെക്കാം, ഇടത് കാലും വെക്കാം, ഒരു പ്രയാസവുമില്ല. ആ സ്ഥാനത്തൊരുത്തം വലത് കാല് വെച്ചാൽ അവനിക്ക് സുന്നത്തുണ്ട്, കൂലിയുണ്ട്. മൂത്രപ്പറയിലേക്ക് കയറുമ്പോൾ അവനിക്ക് 2 കാലും യഥേഷ്ടം വെക്കാമെങ്കിൽ ഈ ഇടത് കാല് വെച്ചാൽ അവനിക്ക് സുന്നത്തുണ്ട്. ഇങ്ങനെ ഒരു തലക്കെന്നാണ്ട് എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത സുന്നത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതിലുണ്ട്. അത്തരം സുന്നത്തുകൾ ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ നേരത്ത് ഒന്ന് ചിന്തിക്കുക, ഇന്നലത്തേക്കാളും ഇന്ന് ഞാൻ ചെയ്ത സുന്നത്ത് ഏതാണ് അധികമായി ചെയ്തത്? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ
പ്രവൃത്തിയിൽ, വാക്കിൽ, ഈ രൂപങ്ങളിലെല്ലാം ഏത് സുന്നത്ത് ഞാൻ വർദ്ധിപ്പിച്ചു എന്ന് നോക്കിയാൽ ആ മനുഷ്യനിക്ക് മരിക്കാൻ പ്രയാസമല്ല. അവനിക്ക് മരിക്കാൻ പ്രയാസമല്ല. കാരണം അവനിൽ നിന്ന് സദാ വന്നുകൊണ്ടിരിക്കുന്നത്, റബ്ബേ ഞാൻ നിനക്ക് നന്ദി ചെയ്യേണ്ടവനാണ്, നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കുറവുണ്ടെങ്കിൽ പരിഹരിക്കണേ അല്ലാ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റാൻ നീ പറഞ്ഞതനുസരിച്ച്, അവിടുത്തെ ചര്യ സഹാബത്ത് കാണിച്ചു തന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. റബ്ബേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ. ഇങ്ങനെ ചുരുക്കം ചില പ്രാർത്ഥനകൾ ആ മനുഷ്യൻ നടത്തിയാൽ അവൻ്റെ ഹൃദയം ശുദ്ധമാവും. അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോട്, റസൂലിനോട്, മഹാന്മാരോടുള്ള മഹബത്ത് സ്ഥലം പിടിക്കും. അങ്ങനെ വന്നാൽ മരണത്തിലേക്ക് പോയാൽ മരിക്കാൻ പ്രയാസമല്ല. അത്തരം സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും നമ്മുടെ പ്രവർത്തകരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വിശിഷ്യ നമ്മുടെ സംഘടനാ പ്രവർത്തകരെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷണത്തിൻ്റെ മുമ്പ് ഒരു ചെറിയ വാക്കിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KNS അവരുടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദ് അടക്കമുള്ള, സത്താർ പന്തലൂർ സാഹിബ് അടക്കമുള്ള വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, നീലഗിരി ജില്ലയുടെ മദീന പേഷൻ്റെ സമാപന സമ്മേളനത്തിന് സാക്ഷികളാകാനെത്തിയ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാ ഇന്ന് രാവിലെ നമ്മുടെ ക്യാമ്പ് തുടങ്ങി. ഇന്ന് സമാപിക്കുകയാണ്. ഒരു മാസത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ യൂണിറ്റുകളൊക്കെ അദാലത്ത് കഴിഞ്ഞു. വളരെ സജീവമായുള്ള പ്രവർത്തനത്തിന് ഈ വേദി സാക്ഷിയാവുകയാണ്. SKSSFനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ 1989 SKSF രൂപീകരിച്ച് 10 വർഷം പിന്നിട്ടപ്പോൾ കുറ്റിപ്പുറത്തെ വാദിനോറിൽ നാം സംഗമിച്ചത് ഇന്ന് നമ്മുടെ മനസ്സിൽ മായാതെ മങ്ങാതെ കിടക്കുകയാണ്. ആ ഒരു 10 വർഷം നമ്മുടെ നേതൃത്വം, ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത ബഹുമാന്യായ എൻ്റെ ഉസ്താദ് സലാം ഫൈലി വളവട്ടൂർ അടക്കമുള്ള നേതാക്കൾ അന്ന് നാടിൻ്റെ മുക്കുമൂലകളിൽ ഓരോ ഏരിയകളിലും കടന്നു ചെന്ന യൂണിറ്റുകൾ ഉണ്ടാക്കുകയായിരുന്നു. ആ യൂണിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേതാക്കൾ ഒരു പക്ഷേ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനുശേഷം നമ്മൾ തൃശ്ശൂരിൽ വെച്ച് 25ാം വാർഷികം നമ്മൾ ആഘോഷിച്ചപ്പോൾ നമ്മുടെ നേതാക്കളിൽ 3 സയ്യിദന്മാർ ഒന്നിച്ച് നിരന്നു നിന്ന് നമ്മുടെ റാലി നയിച്ചപ്പോൾ ആവേശമായി നമുക്ക് റാലിക്ക് ശേഷം 25,000-ഓളം വരുന്ന വിഖായ വളണ്ടിയർമാരെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് 5,000-ഓളം വരുന്ന കേരളത്തിലെ യൂണിറ്റുകളിൽ, അതിന് പുറത്തും പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ നിന്ന് SKSSFൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ ആ സന്ദേശം ഈ 5,000-ഓളം വരുന്ന യൂണിറ്റുകൾക്ക് എത്തുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമായി നമ്മൾ വളർന്നു കഴിഞ്ഞു. അതായിരുന്നു ഈ പ്രാവശ്യത്തെ അദാലത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം. നീലഗിരിയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദാലത്തിന് വന്നത് ഞാനായിരുന്നു. നിർഭാഗ്യവശാൽ 84% അദാലത്ത് പൂർത്തിയാക്കിയ ജില്ലയാണ് നിങ്ങളുടെ ജില്ല. 3-4 യൂണിറ്റുകൾ അദാലത്ത് നടത്തേണ്ടതുണ്ട്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളും അദാലത്ത് പൂർത്തിയാക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ്, നമുക്കറിയാം, നമ്മൾ ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് അസംബ്ലിയോട് കൂടിയിട്ടാണ് നമ്മൾ ക്യാമ്പ് ആരംഭിക്കുന്നത്.
നിങ്ങളൊക്കെ ഇന്ന് SKSF-ന്റെ പതാക തോളിലേറ്റി നമ്മുടെ പ്രസിഡന്റ് സ്വൈബ് നിസാമി ചൊല്ലിത്തന്ന പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയവരാണ്. പതാക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തുമായി ബദറിലേക്ക് പോയ സംഭവം നമുക്കറിയാം. 3 പതാകകൾ ഏന്തി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി പോയത്. പക്ഷെ അതിൽ 1 വെള്ളയും 2 കറുപ്പും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ കാത്തിരിക്കുന്ന കിങ്കരന്മാരായ അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും മുമ്പിൽ ഈ വെള്ള പതാക ഉയർത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറയും, ഞങ്ങൾ ആക്രമിക്കാൻ വന്നവരല്ല, ആ സ്വഭാവമുള്ളവരല്ല ഞങ്ങൾ. പക്ഷേ മാന്യമായി ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ചവരാ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 1000 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സമ്പത്തുമായി 70 ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി ഷാമിലേക്ക് പോയവരാ നിങ്ങൾ. അത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ 2 കറുത്ത പതാക അവരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പതാക അന്ന് മുതൽ വഹിച്ചു പോകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദീർഘനേരം പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ സംഘടന, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മൾക്ക് ആവേശം പകർന്ന ഈ സംഘടന, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഷങ്ങളോളം ഇത് തോളിലേറ്റി ഈ പതാക. അതിനുശേഷം ബഹുമാനപ്പെട്ട പാണക്കാട്ടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വർഷങ്ങൾ കൊണ്ടു നടന്നു. നമുക്കറിയാം, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നീലഗിരിയിൽ പലതവണ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങളൊക്കെ സാക്ഷിയായ ഒരു സംഭവം ഞാനിവിടെ അയവിറക്കുകയാണ്. നമ്മുടെ തൃശ്ശൂരിൽ സമാപിക്കേണ്ട നമ്മുടെ സമർക്കന്ത് സമ്മേളനത്തിന്റെ പ്രചരണവുമായി നീലഗിരിയിൽ വന്നപ്പോൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് ആവേശപരമായ സ്വീകരണം കൊടുത്തവരാ നിങ്ങൾ. ഒരുപാട് ബൈക്കിന്റെയും കാറുകളുടെയും അകമ്പടിയോടുകൂടി വയനാട്ടിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ അത് സ്മരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ കുന്നിന്റെ മുകൾ ഇത്രമാത്രം ശോഭിച്ചുകൊണ്ട് സമസ്തക്കൊരു വേരൂന്നാൻ നമുക്ക് സാധിച്ചത് ഈ നില തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹാജിയാരെ പോലെയുള്ള, അതേപോലെ നമ്മളെ പണ്ഡിത ശിരോമണികളായ നേതാക്കളുടെ ഒരു സപ്പോർട്ടും അവരുടെ പിന്തുണയും നമുക്കൊക്കെ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഈ മലയുടെ മുകളിലും സമസ്ത പന്തലിച്ചിരിക്കുന്നത്. കേരളത്തിലെന്നല്ല, എവിടെ പോയാലും സമസ്ത ഇല്ലാത്ത ഒരു സ്ഥലം ഇന്ന് ലോകത്ത് കാണിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ SKSF-ന്റെ പ്രവർത്തകരില്ലാത്ത ഒരു ഏരിയയില്ല. ബഹുമാനപ്പെട്ട സത്താർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ അത് കടന്നു വരുമെന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്കിനി എവിടെയും യൂണിറ്റ് ഉണ്ടാക്കണമെന്നില്ല. ഉള്ള യൂണിറ്റ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ ആശയ ആദർശങ്ങൾ നമുക്ക് പറയുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളൊക്കെ സന്നദ്ധരായാൽ മതി. നമുക്കെവിടെയും ആരെയും ഭീഷണിപ്പെടുത്തുവാനോ ആരെയും കിടന്നാക്രമിക്കുവാനോ SKSF എവിടെയും നിർദ്ദേശിക്കുന്നില്ല. പക്ഷെ SKSF എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ചില ആളുകളുണ്ട്. SKSF എന്തിനാ സമസ്തന്റെ മേലെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. SKSF എന്താണെന്നും SKSF ആരാണെന്നും അറിയാത്തവർ വേദി കിട്ടുമ്പോൾ തുള്ളുന്ന സംഭവം. വണ്ടൂർ മുതൽ നാദാപുരം വരെ എത്തിയാൽ ആ സംഘടനയുടെ അഡ്രസ്സ് തീർന്നു. അവരാണ് SKSF-നെ ഇത്ര വാനോളം വളർന്ന ഈ സംഘടനയെ ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്കൊന്നും മറുപടി കൊടുക്കാൻ SKSF-ന് അങ്ങനെ വേദി കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ അവരിന്ന് പേജ് നിരത്തുന്നത് ആരുടെ പത്രത്തിലാണ് എന്നാണ് നമ്മളൊക്കെ ഗൗരവപൂർവ്വം കാണേണ്ടത്. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ നാടുകളിലൊക്കെ മഴ വർഷിച്ചു. ഇവിടെ കറാമത്ത് വെളിപ്പെടുത്തുമെന്നവർ പലരും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇന്നലെ തൃശ്ശൂരിലേക്ക് ഒഴുകിയപ്പോൾ ആ ആളുകൾ ഒഴുകിയതിന് ശേഷമാണ് ബദറിൽ മഴ പെയ്തതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തത്. കറാമത്ത് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക. മഴ അള്ളാഹുവിന്റെ വലിയ ഒരു സ്വത്താണ്. അള്ളാഹു അനുഗ്രഹീയമായി അത് വർഷിപ്പിക്കുന്ന സ്ഥാനത്ത് അത് വർഷിപ്പിക്കും. അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില ആളുകൾ കടന്നു വരാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ തന്റെ ടിക്കറ്റ് ലഭിക്കണമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ നമ്മൾ ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഏതെങ്കിലും ഒരുത്തന്റെ സാമ്പത്തിക ഭദ്രത കണ്ടുകൊണ്ട് നാം ദീന് മനസ്സിലാക്കരുത്. ദീൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പണ്ഡിതന്മാരെ കണ്ടുകൊണ്ടാണ്.
ബഹുമാനപ്പെട്ട കോട്ടക്കലിൽ സാധാരണക്കാരനായ ഒരു പൂളക്കച്ചവടക്കാരന്റെ ആ പെട്ടിയുടെ മുകളിൽ കിടന്നുറങ്ങി രാവിലെ തട്ടം നീക്കിയപ്പോ ആ നീക്കിയ മുഖം കണ്ടത് പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങളുടെ മുഖമാണ്. എവിടെയാ തങ്ങൾ പോയത്? ഞാൻ മദ്രസ ഉണ്ടാക്കാൻ പോയതാ. ഇന്നലെ രാത്രി തിരിച്ചു പോരുമ്പോ നടന്നപ്പോ ഒരു വണ്ടി കിട്ടാതെ വന്നപ്പോ കോട്ടക്കയിൽ പൂള വിൽക്കുന്ന പൂളക്കാരന്റെ പെട്ടിയിൽ ഞാൻ കിടന്നുറങ്ങി എന്ന് PMS പൂക്കോയ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കോയ തങ്ങളുടെ പിൻഗാമികളായിട്ടാണ് നമ്മൾ വളരേണ്ടത്. അതുകൊണ്ട് നീലഗിരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സമസ്തയുടെയും SKSFന്റെയും പ്രവർത്തകർ നമ്മൾ നീങ്ങേണ്ടത് നമ്മുടെ സംഘടന കെട്ടുറപ്പോടെ മുന്നോട്ട് നീക്കാൻ മറ്റൊരുത്തൻ്റെ നഷ്ടവും ലാഭവും നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ വളർന്നു പന്തലിച്ചു പോയി. സഹചാരിയായാലും ട്രെൻഡായാലും വിക്കായായാലും തൊലമയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനക്ക് പകരം വെക്കാൻ കേരളത്തിൽ എന്നല്ല രാജ്യത്ത് ഒരു സംഘടനക്കും കഴിയില്ല എന്ന് നമുക്ക് വലിയ ശബ്ദത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയും. അത്രമാത്രം നമ്മൾ വളർന്നിട്ടുണ്ട്. നീലഗിരിക്കാർക്ക് ഒരു പക്ഷേ നമുക്കതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഗൾഫ് രാജ്യത്തൊന്ന് പോയി നോക്കും, അവിടെയൊക്കെ SKSF ആണ്. ദുബായ് കമ്മിറ്റി പോലും SKSF എന്ന സംഘടനയെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞ അവരുടെ ആഘോഷവേളയിൽ അഭിനന്ദിച്ച സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രവർത്തകരുടെ കയ്യിലുണ്ട്, കുവൈത്തിലുണ്ട്. ഏത് മേഖലയിൽ പോയി നോക്കിയാലും SKSF ആണ്. മാറാട് പള്ളിയുടെ പ്രശ്നം തീർക്കാൻ ആ പള്ളി ഒന്ന് കഴുകണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അന്നത്തെ കലക്ടർ അന്നത്തെ മന്ത്രിയായ മുനീറിനോട് ചോദിച്ചപ്പോ കലക്ടറാ പറഞ്ഞത്, സംഘടനയുടെ പേര് വായിച്ചപ്പോ SKSF എന്ന 5 അക്ഷരമുള്ള ഈ സംഘടനയുടെ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചാൽ മതി, അവരവിടെ പ്രശ്നം ഉണ്ടാക്കൂല, മാന്യമായി പള്ളി കഴുകി അവർ തിരിച്ചു പോന്നോളുമെന്നും. അത്ര വിശ്വാസത്തിലും എടുത്തിട്ടാണ് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏത് മേഖലയിലുള്ളവരും നമ്മളെ കാണുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ യാതൊരു നിലക്കും അഹങ്കരിക്കാതെ മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും മഹല്ല് നേതാക്കന്മാരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് SKSF വളർന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ചളിക്കുണ്ട് നിറഞ്ഞ കൊതുക് നിറഞ്ഞ പായൽ കെട്ടിയ കോഴിക്കോട്ടെ ഇപ്പോഴത്തെ ഇസ്ലാമിക് സെന്ററിന്റെ ചളി നിറഞ്ഞ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമ അന്നത്തെ നേതാക്കന്മാരോട് പറഞ്ഞത്, എടോ ഇത് SKSFന് വേണ്ടി നമ്മൾ എടുക്കണമെന്നും. ഒരു നയാ പൈസ കയ്യിലില്ലാത്ത സമയത്ത് ശംസുൽ ഉലമ പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ നേതാക്കൾ അന്തം വിട്ടുപോയി. പക്ഷെ ഇന്ന് ഒരു വിദ്യാർത്ഥി സംഘടനക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത രീതിയിൽ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ നമുക്ക് കാണാം ആവേശപരമായി 4 നിലയിൽ SKSFന്റെ ഇസ്ലാമിക് സെന്റർ പന്തലിച്ചിരിക്കുകയാണ്. മഹാനായ ശൈഖുൽ ശംസുൽ ഉലമ 3 വടി എന്ന് വിശേഷിപ്പിച്ചത് വെറുതെയല്ല. അതുകൊണ്ട് തന്നെ കാതിലെ കമ്മലൊരു പക്ഷേ നമ്മുടെ നേതാക്കന്മാർ അവരുടെ ഭാര്യമാരും മക്കളും വിറ്റിട്ടുണ്ടാവാം. ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് അന്നൊരു പക്ഷേ ചളി കൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ടാവാം, കല്ലുകൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ടാവാം. അതൊക്കെ അവർ സഹിച്ചു, അതൊക്കെ അവർ ത്യാഗം ചെയ്തു. ഇന്ന് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് പൊന്നു പൂമോല പോലെ നമ്മളെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സഹപ്രവർത്തകരെ ഇനി കൈവടിയരുത്. SKSFന് വേണ്ടി സമസ്തക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ നിങ്ങളൊക്കെ ഇന്നത്തെ പ്രതിജ്ഞ ചെയ്ത് ശരിയായി നമ്മുടെ പതാക ഏറ്റുവാങ്ങിയവരാ. മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂരിന്റെയും നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് ഗമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീലഗിരിയിലെ ആവേശമായ ഈ സമ്മേളനത്തിന് ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അദാലത്ത് നടത്തിയപ്പോ എനിക്കറിയാം ഈ മുക്കുമൂലയിലൊക്കെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ഓടി ഞാൻ പോയ സമയത്ത് ഓരോ ഏരിയയിലും 2 താലൂക്കിലായി നടന്ന ആ അദാലത്ത് സംവിധാനം വളരെയധികം സജീവമായിരുന്നു, സംവിധാനമായിരുന്നു. എല്ലാവരും ഒരുങ്ങി തയ്യാറായിരുന്നു. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കി സംസ്ഥാനത്തെ ജില്ലകളിൽ 1-ാം നമ്പർ ജില്ലയായി നീലഗിരി മാറ്റാൻ എൻ്റെ നേതാക്കൾ ശ്രദ്ധിക്കണം, പ്രവർത്തകർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.